അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടുവിശേഷങ്ങളാണ് കേട്ടോ. വീട്ടുവിശേഷങ്ങളിൽ നല്ല അടിപൊളി ഒരു ചിക്കൻ പെരട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ ചിക്കൻ പെരട്ട് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ പറയും, അയ്യോ വെച്ച ചോറൊന്നും പോരെ, എനിക്ക് കൂടുതൽ വേണേന്ന് പറയും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് വെളുപ്പിനെ തന്നിരുന്നേറ്റ് കേട്ടോ. മണി 5 ഉള്ളൂ. ഇതുണ്ടോ, ഇരുട്ടാണ്. മണി 5 ഉള്ളൂ. സമയത്ത് മഴയൊന്നും പെയ്യുന്നില്ല. പിന്നെ നമുക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോകണം എന്നുണ്ട്. നോക്കട്ടെ, നമ്മുടെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടുന്നതായിരിക്കും. ഇന്ന് നിറപുത്തരിയല്ലേ, അപ്പം അതിന് പോയിട്ട് നമുക്ക് നെല്ലൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വരണം. അപ്പം ഇന്ന് കുറച്ച് പണിയുണ്ട് കേട്ടോ. അന്ന് എന്താണ് 5 മണിക്ക് എഴുന്നേറ്റേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. രാവിലെ എഴുന്നേറ്റു, സാമ്പാർ വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സാമ്പാറിൻ്റെ പരിപ്പും ഉള്ളിയും കൂടെ ഞാനങ്ങ് വേവിച്ചിട്ട് അത് ഫിസിലിട്ട് വേവിച്ചു. എന്നിട്ട് പിന്നെ കഷ്ണമൊക്കെ ഫിസിലിടാതെ വെറുതെ സാധാരണ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പം സാമ്പാറുണ്ട്. പിന്നെ നമുക്കൊരു പയർ മെഴുക്കുവരട്ടിയും ഉണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചിക്കൻ ഉണ്ട്. ചിക്കൻ പെരട്ട് വെക്കാനായിട്ടാണിത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് തൈരും കൂടെ തിരുമ്മി വെച്ചിരിക്കുന്നതാണിത്. ഇത് ഞാനുണ്ടല്ലോ ഇന്നലെ രാത്രിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. രാവിലെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെളിയിൽ വെച്ചിരിക്കുന്നതാണിത്. അല്ലെങ്കിൽ ഇതിനകത്ത് തായ്സ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളുമല്ലോ. ഇത് മീനാണ്, നമ്മുടെ നെത്തോലി എന്നെല്ലാവരും പറയും. ഞങ്ങളുടെ ഇവിടെ ഇതിന് കൊഴുവേന്നാണ് പറയുന്നത്. ഇതും മുളകൊക്കെ തേച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചാണ്. എന്നാലല്ലേ അത് ഐസൊക്കെ പോയിട്ട് നേരെ ഇരിക്കത്തുള്ളൂ. അപ്പം പിന്നെ രാവിലെ എന്ത് വേണമെന്ന് തീരുമാനിച്ചിട്ട് ദോശയുടെ മാവും അപ്പത്തിൻ്റെ മാവും ഇരിപ്പുണ്ട്. ഇത് ദോശയുടെ മാവ്, അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്തു സാമ്പാർ വെക്കുമ്പോഴത്തേക്കും ദോശയല്ലേ നല്ലത്. അപ്പോൾ ആകുമ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ വീണ്ടും കറി വെക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനത്തെ കണക്കൂട്ടലുകളാണല്ലോ, മുൻകൂട്ടി ഇങ്ങനെ തീരുമാനിക്കുമല്ലോ നമ്മൾ എങ്ങനെ വേണം എന്ത് വേണം എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ദോശ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. തീരുമാനത്തിലെത്തിയിട്ടൊന്നുമില്ല. അപ്പം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി കേട്ടോ. മെഴുക്കുവരട്ടിയായി. ഇതാ ഇനി പപ്പടം കാച്ചാനായിട്ട് പോകുന്നു. ഈ കറിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമുക്ക് ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പം നമുക്ക് പപ്പടം അങ്ങ് കാച്ചിയേക്കാം. ഇന്നും അവധിയാണെന്ന് തോന്നുന്നല്ലേ. കോട്ടയം ജില്ലയ്ക്കൊക്കെ അവധിയാണ്, ആലപ്പുഴയ്ക്ക് ഇല്ലെന്ന് തോന്നുന്നു. ആലപ്പുഴയിൽ ചെങ്ങന്നൂരൊക്കെ അവധിയാണെന്ന് തോന്നുന്നു. കോട്ടയത്തൊക്കെ ഭയങ്കര വെള്ളമല്ലേ. പപ്പടം കൂടെ കാച്ചി കഴിഞ്ഞാൽ പിന്നെ മീനും നിറക്കണം. പിന്നെ നമുക്കൊരു ചിക്കനും ഉണ്ടാക്കണം. ചിക്കൻ ഇന്ന് പെരട്ടാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാനൊരു പുതിയ രീതിയിലുള്ള ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാം. ഉണ്ടാക്കേണ്ടവർക്ക് ഉണ്ടാക്കാമല്ലോ. ഇനി പപ്പടം ഒന്ന് കാച്ചിയെടുക്കട്ടെ. അപ്പൊ എന്താ നമ്മൾ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഉരുളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തരട്ടെ. അപ്പൊ ചൂടായി കാണും. എന്താ കൊഴുവ, നമ്മുടെ നത്തോലി കൊഴുവ ചേട്ടത്തൊക്കെ അങ്ങനെ കൊടുത്തത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ നമുക്കിനിയൊക്കെ കുറച്ച് കടുകിട്ട് കൊടുക്കാം. എനിക്കെല്ലാം കയ്യളവാട്ടോ മക്കളെ. നമ്മൾ കടുക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക്
പെരും ജീരകം ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പെരും ജീരകം ഇട്ട് കൊടുത്തു. കൂട്ടത്തിൽ മസാല കറുവാപ്പട്ടയുണ്ട്, ഒരു ഏലക്കയുണ്ട്, ഒരു ഗ്രാമ്പുണ്ട്, അതും കൂടെ ഇതിലൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. സബോള നല്ല പൊടിയായി അരിഞ്ഞെടുക്കണം. ഇതൊരു 4 സബോള ഉണ്ട് കേട്ടോ. 4 സബോള എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഗ്രേവിയിൽ പൊതിഞ്ഞിരിക്കണം നമ്മുടെ ചിക്കൻ റോസ്റ്റ്, എന്നാലേ അതിനൊരു നല്ലൊരു ഇത് കിട്ടത്തുള്ളൂ. അതിന് സബോള ഇച്ചിരി കൂടുതൽ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ സബോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3 പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനനുസരിച്ചുള്ളതാണ് ഈ ചേർക്കുന്ന സാധനങ്ങളെല്ലാം. അപ്പം നമ്മുടെ സബോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. പച്ചമുളകും സബോളയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്ന് ഈ സബോളയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. അതിനകത്ത് ചതച്ചിടുന്നതാണ് ടേസ്റ്റ്. നമ്മൾ ചതച്ച് നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയും ചെയ്യരുത്. ഫ്രഷായിട്ട് നമ്മൾ ചതച്ചിടണം. ഇവിടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. രണ്ടായിട്ട് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് 2ആയിട്ട് ചതച്ചെടുക്കാം. ആദ്യം വെളുത്തുള്ളി ചതച്ചെടുക്കാം. മഴയൊക്കെ എങ്ങനെയുണ്ട്? എല്ലായിടത്തും ഭയങ്കര വെള്ളമല്ല. ഇന്നല്ല പിള്ളേർക്കൊക്കെ അവധിയല്ലേ ഇന്ന് നമുക്ക്. ഇന്ന് എൻ്റെ മോള് വരും, പിന്നെ മോടെ അമ്മയും അച്ഛനും ഒക്കെ കൂടെ വരുമെന്ന്. അപ്പം അതാണ് ഇന്ന് ഞാൻ കാര്യമായിട്ട് പാചകം കേട്ടോ. അപ്പം പിന്നെ ലൊട്ടിലുടുക്ക് പാചകമൊക്കെ ആയിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. നമ്മളൊക്കെ ഉള്ളപ്പം ലൊട്ടിലുടുക്ക് പാചകം. എന്നാലും ചിലപ്പം ചില ദിവസം നമുക്ക് പാചകം ചെയ്യാനൊക്കെ വലിയ സാമർത്ഥ്യം ഇഷ്ടമാണ്. ചില ദിവസം അതിനും കൂടെ മടിയും കൂടെ ആയിരിക്കും. വെളുത്തുള്ളിയുടെ തൊലി എളുപ്പം പോകാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ വെള്ളത്തിലോട്ട് വെളുത്തുള്ളി പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ തൊലിയൊക്കെ നന്നായിട്ട് പോകും. പിന്നെ നമ്മളൊന്ന് തിരുമ്മി കഴുകി എടുത്താൽ മാത്രം മതി കേട്ടോ. ഇടയ്ക്ക് കരിഞ്ഞു പോകും. നന്നായിട്ട് കളർ മാറി വരണം. അപ്പം നമ്മുടെ വെളുത്തുള്ളി ചതച്ചെടുത്തു. സ്പൂണുണ്ട്. വെളുത്തുള്ളി ചതച്ചെടുത്തു. ഇനി നമുക്ക് ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാം. എവിടെ വെള്ളം പോകുന്നേ? നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ഇഞ്ചി
പിന്നെ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി കേട്ടോ. ഇന്ന് നിറപുത്തരിയാണ് അമ്പലങ്ങളിലൊക്കെ. അപ്പൊ ശരിക്കും ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. 5 മണിക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് പാചകമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്നേ. ഭയങ്കര സങ്കടമായി രാവിലെ. ഭയങ്കര മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. മഴ തോരുന്ന യാതൊരു ലക്ഷണവും ഇല്ല. അപ്പം ഞാൻ തീരുമാനിച്ചു എന്നാ ഇന്ന് പോകണ്ട എന്ന് വിചാരിച്ചു. അപ്പോഴുണ്ടല്ലോ ഒരു 7:45 ആയപ്പോഴത്തേക്കും മഴയൊന്ന് തോർന്നു കേട്ടോ. ശരിക്കും തോർന്നു. പിന്നെ ഞാൻ പെട്ടെന്നൊരു സാരി എടുത്ത് വാരി ചുറ്റി അമ്പലത്തിൽ ഓടി. ഇന്ന് ഞാൻ തിങ്കളാഴ്ച അങ്ങനെ സാധാരണ പോകുന്നതല്ല, ഇന്ന് നിറപുത്തരി ആയതുകൊണ്ട് പോയതാട്ടോ. പിന്നെ അവിടെ ചെന്ന് ഞാൻ നെൽക്കതിരൊക്കെ മേടിച്ചോണ്ട് വന്നു. കഴിഞ്ഞ വർഷവും ഞാൻ പോയി മേടിച്ചോണ്ട് വന്നായിരുന്നേ. അപ്പം അത് മേടിച്ചോണ്ട് വന്നപ്പോൾ സമാധാനമായത്. അത് മേടിച്ചോണ്ട് വന്ന് കൊണ്ട് വെച്ചു. അപ്പം നമുക്ക് സമാധാനമായി. അല്ലേ എനിക്കൊരു സങ്കടമായിരുന്നു കേട്ടോ. എന്തായാലും ആഗ്രഹം സാധിക്കത്തില്ല എന്ന് വെച്ചിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ സാധിച്ചു. അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ സബോള നന്നായിട്ട് വഴണ്ട് വരുന്നേ. ഇത് കഴുകിയിട്ട് വരാം. അപ്പോഴേ നമ്മുടെ സബോളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. കണ്ടോ ഈ കളർ കണ്ടോ, ഒരുമാതിരി ചെറിയ ഗോൾഡ് ബ്രൗൺ കളർ. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ, ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ കാണിച്ചല്ലോ. മുളകൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത്, ഞാൻ ഇതിനകത്തോട്ട് 1 സ്പൂണ് ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മൾ ചിക്കൻ നമ്മളിങ്ങനെ മുളകൊക്കെ പുരട്ടി വെക്കുന്നതിൻ്റെ കൂടെ 2 മുളക് പൊടിയും കൂടെ കുറച്ച് പകുതി ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. എരിവുള്ള മുളക് പൊടിയും കാശ്മീരിയും കൂടെ 2ഉം കൂടെ മിക്സ് ചെയ്ത് ചേർത്താൽ മതിയാകും. ഞാൻ പക്ഷേ കാശ്മീരി മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ ഇതിനകത്തൊരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എരിവ് വരും. അപ്പം ഇത് ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിച്ചതല്ല കേട്ടോ, പൊടിച്ചത് തീർന്നു പോയി, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഈ ഇതിൻ്റെയും മല്ലിപ്പൊടിയുടെയും മസാലയുടെയൊക്കെ ആ കുത്തല് മണം പച്ചമണം ഒന്നും മാറാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ അത് വഴണ്ട് വരട്ടെ. അപ്പം മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി. ഇനി ഇവിടെ ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയും ഒരു തക്കാളിയുടെ പകുതിയും കൂടെ അരിഞ്ഞിരിക്കുന്നതാണിത്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി നന്നായിട്ട് വഴന്ന് വരണം. അപ്പം തക്കാളി വഴന്ന് വരട്ടെ കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ എല്ലാം എന്താവും. അപ്പം നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു ശകലം ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇടുന്നത് സൂക്ഷിച്ച് വേണം. നമ്മുടെ ചിക്കനിൽ നമ്മൾ ഉപ്പൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം അത് ഇടുന്നത് സൂക്ഷിച്ച് വേണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് കോള് വരുന്നേ. അപ്പം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കോള് വന്നുകൊണ്ടാണ് പോയത് കേട്ടോ. ഇന്ന് മോളും അമ്മയും അവരുടെ അമ്മയും അച്ഛനും ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ശരിക്കും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ.
ശകലം നേരം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിൽ നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ സവോളയും ഈ മസാലയില്ല എല്ലാം കൂടെ നമ്മുടെ ഇതിലേക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കണം. ചിക്കൻ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം, മനസ്സിലായല്ലോ? നമ്മുടെ മീൻ കഴിയുക. അപ്പം നമുക്കിന്നത്തെ കറികളെല്ലാം കണ്ടല്ലോ. നമുക്കൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ട്, നമ്മുടെ കൊഴുവ വറുത്തോണ്ടിരിക്കുന്നു, സാമ്പാർ വെച്ചു, പിന്നെ പുളിശ്ശേരി ഉണ്ട്, പിന്നെ ഒരു വെള്ളരിക്ക കിച്ചടിയും കൂടെ വെച്ചിട്ടുണ്ട്, പിന്നെ പപ്പടവും കാച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പോരെ, ഇത്രയൊക്കെ പോരെ? നന്നായിട്ട് ഇതേപോലെ കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഈ പാത്രം കഴുകി ഒരു ശകലം വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തുള്ളിയേ ഒഴിച്ചു കൊടുക്കാറുള്ളൂ, ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഇത് റോസ്റ്റ് ആണെന്നുള്ള ഒരു ഓർമ്മ വേണം എല്ലാവർക്കും. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തു. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് അടച്ചു വെച്ചിട്ട് ലോകത്തുള്ള പണികളെല്ലാം ചെയ്യാനായിട്ട് പോകരുത്. നമ്മുടെ ചിക്കൻ അടുപ്പയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കുക കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നിട്ട് നമ്മൾ അടച്ചു കൊടുക്കണം. ഇല്ലെങ്കിലേ അടുക്കി പിടിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്നിട്ട് അടച്ചു കൊടുക്കണം എന്ന്. അടുപ്പെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ അടച്ചു. അപ്പം അവിടെ ഇരുന്ന് വേകട്ടെ. പിന്നെ ഒരു ശകലം തേങ്ങാക്കൊത്ത് ഞാൻ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. അത് വേഗം ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേകട്ടെ. അപ്പം അതിന് മുന്നേ എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. ആ പാത്രമൊക്കെ കഴുകിയെടുക്കട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി അടയ്ക്കാം. കുറച്ച് നേരമായില്ലേ നമ്മൾ അടച്ചു വെച്ചിട്ട്. അപ്പം അടിക്ക് പിടിച്ചോ ഇല്ലോ എന്നൊക്കെ അറിയണ്ടേ നമുക്ക്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇത് ശരിക്കും വേഗം നന്നായിട്ട് വെന്തിട്ടില്ല. അപ്പം വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അടച്ചു കൊടുക്കണം കേട്ടോ. അടച്ചു വെക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ശരിയാക്കുന്നത് എങ്കിൽ ഇത്രയും മതി കേട്ടോ. ഇനി കുറച്ചും കൂടെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് വരണമെങ്കിൽ ഒരു ശകലം നേരം കൂടെ നമ്മൾ സ്റ്റൗവിൽ കിടന്ന് പയ്യെ സിമ്മിൽ ഇടാനുള്ള ആയി വരട്ടെ എന്ന് വിചാരിക്കണം. എനിക്കിപ്പോൾ ഇത്രയും മതി. കാരണം നമ്മൾ ചപ്പാത്തിക്കാണേലും ചോറിനാണേലും ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ശകലം ചാറൊക്കെ നമുക്ക് വേണ്ടേ. അപ്പം ഇതിൻ്റെ പരിപാടി നമ്മുടെ കഴിഞ്ഞു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊഴുവ കേട്ടോ, അതും കഴിഞ്ഞു. കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് സവോളയൊക്കെ അരിഞ്ഞ് നമ്മളിന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കിച്ചടി ഞാൻ ഇന്നലെ വെച്ചതാണ് കേട്ടോ. കിച്ചടി ഇന്നലെ വെച്ചതാണ്. അപ്പം നമ്മുടെ പുളിശ്ശേരിയും വെച്ചിട്ടുണ്ട് കണ്ടോ. കിച്ചടി ഇന്നലത്തെയാണ്. അപ്പം പുളിശ്ശേരിയും കിച്ചടിയും സാമ്പാർ ഞാൻ കാണിച്ചല്ലോ. പിന്നെ ഇത് രണ്ടും, പിന്നെ ഒരു മെഴുക്കുവരട്ടിയും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇന്നൊക്കെ ഇത്രയും കറിയാണ്. പപ്പടവും കാച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തൈരും ഉണ്ട്. ഇത്രയൊക്കെ തന്നെ ധാരാളം നമുക്കല്ലേ. ചിക്കൻ റോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ടേസ്റ്റ് നോക്കിച്ചായിരുന്നേ, എന്നിട്ടാണ് വന്ന് നിൽക്കുന്നത്. ആ ടേസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. തമാശ പറഞ്ഞല്ല, നമുക്കിങ്ങനെ മണം വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് കഴിക്കാനായിട്ട് തോന്നുവാണ്. ചോറിന്റെ കൂടെ ചിക്കൻ റോസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ചോറ് ഉണ്ണത്തില്ല, ചിക്കൻ റോസ്റ്റ് മാത്രമേ കഴിക്കത്തുള്ളൂ. നിങ്ങളെ ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇത് അത്രയും നല്ല ഇതല്ല. അപ്പം നമ്മുടെ കൊഴുവ ഫ്രൈയും റെഡി ആയിട്ടോ. ഇന്ന് തൃപ്പൂണിത്തറയെന്ന് മോളും മോടെ അമ്മ അച്ഛനൊക്കെ വരുന്നതിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇതൊക്കെ കേട്ടോ. കണ്ടിട്ട് ഇപ്പൊ കാപ്പ് പിടിച്ചോളൂ, കണ്ടിട്ട് ഇപ്പൊ തന്നെ ഉണ്ണാൻ തോന്നുന്നു കേട്ടല്ലോ.
ഇങ്ങോട്ടൊന്ന് ഇതായിട്ട് വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അല്ലേ? ഒന്നുമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണം. പുതുതായി ചാനൽ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ എന്നൊരു അപേക്ഷയും കൂടിയുണ്ട്. അപ്പം നാളെ ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ. ബൈ.